ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത. അത് നമ്മൾ പഠിച്ചു. ഇപ്പൊ നമ്മൾ 14-ാമത്തെ ശ്ലോകം ആർക്കെങ്കിലും ഇവിടെ പാരായണം ചെയ്യാനുണ്ടെങ്കിൽ പാരായണം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വായിക്കാം. ഉണ്ടോ ആരെങ്കിലും? ചന്ദ്രമാ മനസ്സോ. ആ 14 സൈര 14. അതെ 14. സൈര. ചന്ദ്രമാ മനസോ ജാതഃ ചക്ഷോ സൂര്യോ അജായത മുഖാദിന്ദ്രശ്ചാഗ്നിശ്ച പ്രാണവായുരജായത. സൈര. സായിരാം. അത് ചന്ദ്രമാ മനസ്സോ ജാത. അപ്പൊ മനസ്സിൽ നിന്നും ചന്ദ്രൻ ഉത്ഭൂതമായി, കണ്ണിൽ നിന്നും സൂര്യൻ ഉത്ഭൂതമായി, മുഖത്ത് നിന്നും മുഖാത് ഇന്ദ്രൻ അഗ്നി ഇവയുണ്ടായി, പ്രാണിൽ നിന്നും വായു ഉണ്ടായി. ആരുടെ കാര്യമായി പറയുന്നു? വിരാട് പുരുഷൻ. ആ വിരാട് പുരുഷന്റെ മനസ്സിൽ നിന്നും ചന്ദ്രനുണ്ടായി. ചന്ദ്രമാ മനസ്സോ ജാത. ആ വിരാട് പുരുഷന്റെ കണ്ണിൽ നിന്നും സൂര്യനുണ്ടായി, മുഖത്ത് നിന്നും ഇന്ദ്രനും അഗ്നിയും ആവിർഭവിച്ചു, പ്രാണനിൽ നിന്നും വായു, ഭൂമിയിലുള്ള വായു ആവിർഭവിച്ചു. അപ്പൊ ആദ്യം നമ്മള് ചന്ദ്രമാ മനസ്സോ ജാത ചക്ഷോ സൂര്യോ അജായത എന്ന് പറഞ്ഞല്ലോ. ആ സൂര്യൻ എന്താ നമുക്ക് തരുന്നത്? ചക്ഷസ് കൊണ്ട് നമ്മൾ ഓരോന്ന് കാണും, ഈ കണ്ണുകൊണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നല്ല കുറ്റാക്കൂര് ഇരുട്ടാണ്, സൂര്യനില്ല, ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് ജീവനുണ്ട്, നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, കണ്ണുണ്ട്, മനസ്സുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കാണാൻ പറ്റില്ല. കാണണമെങ്കിൽ ഒരല്പമെങ്കിലും വെളിച്ചം വേണം. അപ്പോ വസ്തുക്കൾ കാണണമെങ്കിൽ പ്രകാശം വേണോ? കുറ്റാക്കൂരിട്ടിനകത്തിപ്പോ ഒരു കൊതുക് പറന്നുപോയി. കൊതുക് പോട്ടെ, ഒരു ആന വന്നു നിന്നാൽ പോലും അറിയില്ലല്ലോ, കുറ്റാക്കൂരിട്ടിനകത്ത്. അപ്പോ പ്രകാശം അനിവാര്യമാണ്. അപ്പോ ചക്ഷോ സൂര്യോ അജായത. വിരാട് പുരുഷന്റെ ചക്ഷസിൽ നിന്നും കണ്ണിൽ നിന്നും സൂര്യൻ ആവിർഭവിച്ചു. ചന്ദ്രമ മനസ്സോ ജാത. ആ വിരാട് പുരുഷന്റെ മനസ്സിൽ നിന്നും ചന്ദ്രൻ ആവിർഭവിച്ചു. മുഖാദ് ഇന്ദ്രശ അഗ്നിശ. ഇന്ദ്രനും അഗ്നിയും മുഖത്തു നിന്നുണ്ടായി. പ്രാണാത് വായുരജായത. നമുക്ക് ഇപ്പൊ കാണുന്ന കാര്യം പറഞ്ഞു. അതുപോലെ നമുക്ക് ശ്വാസോച്ഛ്വാസം അനിവാര്യമാണ്. ശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാം. നമുക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്കല്ല. ആ ശ്വാസോച്ഛ്വാസം, ശ്വസനം പ്രധാനമാണ്. വെളിച്ചം പ്രധാനമാണ്. വായു ഇല്ലെങ്കിലോ നമ്മുടെ ശ്വസനം നടപ്പില്ല. അപ്പോ ഇങ്ങനെ ജീവജാലങ്ങൾക്ക് ഏറ്റവും 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 അനിവാര്യമായ കാര്യങ്ങളെല്ലാം തന്നെ വിരാട് പുരുഷന്റെ ഓരോ അവയവങ്ങളിൽ നിന്നും ആവിർഭവിച്ചു. ഈ 4 കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഓരോ ജീവജാലങ്ങളുടെയും ഓരോ ഇന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാന ദേവതകളാണ് വിരാട് പുരുഷനിൽ നിന്നും ഉണ്ടായത് എന്ന് മനസ്സിലാക്കും. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ മനസ്സാണ്. മനസ്സ് വളരെ കൂളാണ്. സൂര്യൻ അത് കണ്ണാണ്. വിരാട് പുരുഷൻ അത് നല്ല ഹോട്ടാണ്. അപ്പൊ വിരാട് പുരുഷൻ കണ്ണ് തുറക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു എന്ന് നമ്മൾ പറയുന്നു. വിരാട് പുരുഷൻ കണ്ണു തുറന്നു. വിരാട് പുരുഷൻ മനസ്സ് ചന്ദ്രൻ ഉണർന്നു. ഒരു കാര്യമുള്ളത്, വിരാട് പുരുഷൻ മനസ്സ് തുറക്കുമ്പോൾ കണ്ണു തുറക്കില്ല. വിരാട് പുരുഷൻ കണ്ണു തുറക്കുമ്പോൾ മനസ്സ് തുറക്കില്ല. വിരാട് പുരുഷൻ മനസ്സ് തുറക്കുമ്പോൾ കണ്ണു തുറക്കില്ല. അതിനാണ് നമ്മൾ ഉദയം അസ്തമനം എന്നൊക്കെ പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു,
ഋതുക്കള്, തൈര്, നെയ്യ്, മൃഗങ്ങള്, വേദങ്ങള്, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രര്, ഇപ്പൊ ചന്ദ്രൻ, സൂര്യൻ, അഗ്നി, വായു തുടങ്ങിയ സർവ്വതും ആ വിരാട് പുരുഷനിൽ നിന്നും ആവിർഭവിച്ചതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഋതുക്കളുണ്ടായത് അതും ഭഗവാനിൽ നിന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സർവവിധമായ കാര്യങ്ങളും ആവിർഭവിച്ചിരിക്കുന്നത് ആ വിരാട് പുരുഷനിൽ നിന്നാണ് എന്നാണ് ഈ 14-ാമത്തെ ശ്ലോകം പറയുന്നത്. ചന്ദ്രമാ മനസോ ജാത, ചക്ഷോ സൂര്യോ അജായത, മുഖാദിന്ദ്രശ്ച അഗ്നിശ്ച, പ്രാണാത് വായുരജായത. ഇതൊക്കെ ജീവജാലങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളാണ്. പ്രാണവായു വേണം, വെളിച്ചം വേണം, എല്ലാം വേണം. വേണ്ടാത്തതായിട്ട് ഉള്ള ഒരു കാര്യവും ഭഗവാനിൽ നിന്ന് ആവിർഭവിച്ചില്ല. അതാണ് ഈ 14-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അടുത്ത നമ്മൾ 15-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഒന്ന് പാരായണം ചെയ്യുക. നാഭ്യ നാഭ്യ ആസീദന്തരിക്ഷം ശീഷ്ണൗദ്യൗ സമവർത്തത പദ്ഭ്യാം ഭൂമിർദിശസ്രോത്രാതേ തഥാ ലോകാഗും അകൽപ്പയന്നേ. സൈരാം. സായിരാം. നാഭിയിൽ നിന്ന്, നാഭ്യ ആസീദ് അന്തരീക്ഷം, ആസീദ് എന്ന് വെച്ചാൽ ഉണ്ടായി, ആസീദ് അന്തരീക്ഷം, നാഭിയിൽ നിന്ന് അന്തരീക്ഷമുണ്ടായി. ശീഷ്ണത്തിൽ നിന്ന്, ശിരസിൽ നിന്ന്, ശീഷ്ണം എന്ന് പറഞ്ഞാൽ ശിരസ്, ശീഷ്ണത്തിൽ നിന്ന് ദ്യോവ്, ദ്യോവ് എന്ന് പറഞ്ഞാൽ സ്വർലോകമാണ്, സ്വർഗം, ദ്യോവ് ഉണ്ടായി. പദ്ഭ്യാം, പാദങ്ങളിൽ നിന്ന് ഭൂമി ഉണ്ടായി, ഭൂമി ഉണ്ടായി. ദിശ ശ്രോത്ര, ശ്രോത്ര എന്ന് പറഞ്ഞാൽ ചെവി, ഭഗവാന്റെ ആ വിരാട് പുരുഷന്റെ ചെവികളിൽ നിന്നും ദിക്കുകൾ ഉണ്ടായി. 4 ദിക്കുകൾ അല്ലെങ്കിൽ അഷ്ടദിക്കുകൾ. ഈ ദിക്കുകളെല്ലാം ഉണ്ടായത് ഭഗവാന്റെ ചെവിയിൽ നിന്നാണ്. അപ്പം നാഭിയിൽ നിന്ന് അന്തരീക്ഷം ഉണ്ടായി, ശീഷ്ണത്തിൽ നിന്ന്, ശിരസിൽ നിന്ന് ദ്യോവുണ്ടായി, പാദങ്ങളുണ്ടായത്, പാദങ്ങളിൽ നിന്ന് ഭൂമി ഉണ്ടായി, ചെവികളിൽ നിന്നും 4 ദിക്കുകളും ഉണ്ടായി. ആ 4 ദിക്കിൽ നിന്നാണ് പിന്നെ അഷ്ടദിക്ക് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോ വിരാട് പുരുഷന്റെ ശിരസ് എന്ന് പറയുന്നത് എന്താ ഇപ്പൊ പറഞ്ഞത്? ബഹിരാകാശം അല്ലെങ്കിൽ ദ്യോവ് അല്ലെങ്കിൽ സ്വർഗം എന്നൊക്കെ പറയാം നമുക്ക്. അന്തരീക്ഷത്തിനും മുകളിലുള്ള ആ ലോകം. മധ്യഭാഗം, നാഭി, മധ്യഭാഗം. ആ വിരാട് പുരുഷന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണല്ലോ ശിരസ്. ശിരസിൽ നിന്നും ബഹിരാകാശം ഉണ്ടായി അല്ലെങ്കിൽ ദ്യോവ് ഉണ്ടായി, അല്ലെങ്കിൽ സ്വർഗം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മധ്യഭാഗം നാഭി, അതിൽ നിന്ന് അന്തരീക്ഷം ഉണ്ടായി. അത് ബഹിരാകാശം, ഇത് ആന്തരികാകാശം. അപ്പോ മധ്യഭാഗത്ത് നിന്ന് ആന്തരികമായ ആകാശം ഉണ്ടായി അല്ലെങ്കിൽ അന്തരീക്ഷം ഉണ്ടായി. പാദങ്ങളിൽ നിന്നും ഭൂമി ഉണ്ടായി. അപ്പൊ 3, ടോപ്പ്, സെൻട്രൽ, പിന്നെ ഏറ്റവും ബിലോ പോർഷൻ. ആ വിരാട് പുരുഷന്റെ 3 പോർഷനാണ്, ടോപ്പും സെൻട്രലും ഏറ്റവും താഴെയുള്ള പോർഷൻ. ഒന്നിൽ നിന്ന് ദ്യോവ് ഉണ്ടായി, മറ്റൊന്നിൽ നിന്നും ആകാശമുണ്ടായി, പാദങ്ങളിൽ നിന്നും ഭൂമി ഉണ്ടായി. അതാണ് അവന് എല്ലാം വിരാട് പുരുഷനിൽ നിന്നാണ് ഉണ്ടായത്. ഈ പല പല കാര്യങ്ങൾ ഉണ്ടായതെല്ലാം ഒരൊറ്റ ശക്തിയിൽ നിന്നാണ്, വിരാട് പുരുഷനിൽ നിന്നാണ്. അപ്പൊ നാനാത്വത്തിൽ നിന്നും ഏകത്വം ആണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. ഇങ്ങനെ പല കാര്യങ്ങളും വന്നെങ്കിലും അതെല്ലാം ഏകത്വത്തിലേക്കാണ് നയിക്കപ്പെട്ടത്. അപ്പൊ നാം മനസ്സിലാക്കണം, സ്വാമി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നമ്മുടെ പോലെ ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ കാണുന്നത് എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ യൂണിറ്റി, അതിലൂടെ സംജാതമായിരിക്കുന്ന അല്ലെങ്കിൽ അതിന് കാരണഭൂതമായ യൂണിറ്റിയെ നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് കോൾഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നാനാത്വത്തിൽ ഏകത്വം. ഇത് ഒരു ചാപ്റ്റർ തന്നെ സ്വാമി എഴുതിയിട്ടുണ്ട് 992 ഒരു പ്രഭാഷണത്തിൽ.
അപ്പോ ശ്രോത്രേന്ദ്രിയത്തിൽ ദേവത, അതിന് ദിക് ദേവത എന്ന് പറയും. ശ്രോത്രേന്ദ്രിയത്തിൽ വിരാട് പുരുഷന്റെ നേത്രേന്ദ്രിയം, വിരാട് പുരുഷന്റെ നേത്രേന്ദ്രിയം നമ്മുടെ വിരാട് പുരുഷന്റെ ശ്രോത്രേന്ദ്രിയം, നമ്മുടെ ശ്രോത്രേന്ദ്രിയം, ഇതിനെ ബന്ധിപ്പിക്കുന്നതാണ് ഈ ദേവത. വിരാട് ഈ ശ്രോത്രേന്ദ്രിയത്തിൻ്റെതായ ആ ദേവതാ സങ്കല്പം ഇത് തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്നതാണ്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ഓരോ കാര്യങ്ങളും പരസ്പരം ബന്ധിപ്പിക്കുന്ന ദേവതാ സങ്കല്പങ്ങൾ വിരാട് പുരുഷനിൽ നിന്ന് വിരാട് പുരുഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് ദേവതാ സങ്കല്പം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷർ സഹസ്രപാം സഭൂമിം വിശ്വതോവത്വ അത്യധിഷ്ഠ ദശാങ്കുലം എന്നൊക്കെ ആദ്യം നമ്മൾ പഠിച്ചതും ഇതിൽ നിന്ന് തന്നെയാണ്. അപ്പോ ശ്രോത്രേന്ദ്രിയത്തിന്റെ ദേവത നമ്മൾ ദിക് ദേവത എന്ന് പറയും. ഓരോന്നിനും ഓരോ ദേവതയുണ്ട്. ദിക് ദേവതയാണ് ശ്രോത്രേന്ദ്രിയം. ഭൂമി അത് ദേവതയാണ്. അന്തരീക്ഷം, ഇങ്ങനെ ഓരോരോ ദേവതാ സങ്കല്പങ്ങൾ. ഇത് നമ്മുടെ ജീവികളിലെ ആ സങ്കല്പവും വിരാട് പുരുഷന്റെ സങ്കല്പവുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈ ദേവതാ സങ്കല്പം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ 15ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് ഈ സൂക്തം പറഞ്ഞു തരുന്നത്. അടുത്ത 16ാമത്തതിൽ പോവാം. 16. ഏതാഹമേതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസസ്തു പാരേ സർവാണി രൂപാണി വിജിത്യ ധീരഃ നാമാനി കൃത്വാഭിവദൻ യഥാസ്തേ. സായിരാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിനകത്ത് വേദാഹം എന്നുള്ള വാക്കാണ്. നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ് വേദാഹം. അത് തിരിച്ചു പറയണം. അഹം വേദ. വേദ എന്ന് പറഞ്ഞാൽ അറിയുന്നു. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുന്നു. അഹം വേദ. വേദാഹം വേദം. വേദാഹമേദം പുരുഷം മഹാന്തം. ഈ പുരുഷനെ ഞാൻ അറിയുന്നു. വേദാഹമേദം പുരുഷം മഹാന്തം. ആദിത്യവർണം സമസസ്തു പാരെ. അതാണ് പറയുന്നത്. അപ്പം യദ് എന്ന് പറഞ്ഞാൽ യാതൊരുവൻ, സർവാണി രൂപാണി എല്ലാ രൂപങ്ങളെയും, വിജിത്യ എന്ന് വെച്ചാൽ നിർമ്മിച്ചെന്നർത്ഥം, നാമാനി കൃത്വ ഇതിനൊക്കെ ഓരോ പേരുകൾ നൽകി ഒക്കെ ഭഗവാൻ തന്നെയാണ്. അഭിവദൻ യഥാസ്തേ വ്യവഹരിക്കുന്നവനായി നിലനിൽക്കുന്നവോ ആദിത്യവർണം ആദിത്യനെ പോലെ പ്രകാശിക്കുന്നവനും, ഏതം ഈ മഹാന്തം പുരുഷം ഈ മഹാപുരുഷനെ തമസപരസ്ഥാ ഇരുട്ടിന് അപ്പുറമായി അഹം വേദ ഞാൻ അറിയുന്നു എന്നുള്ളതിന്റെ വിശേഷണമായിട്ടാണ് മറ്റു പദങ്ങൾ അത്രയും വന്നിരിക്കുന്നത്. വേദാഹമേദം എന്നാണ് തുടങ്ങുന്നത് ശ്ലോകം. അത് കഴിഞ്ഞ് പുരുഷം മഹാന്തം ആദിത്യവർണം തമസസ്തുപാരെ സർവാണി രൂപാണി വിജിത്യധീര നാമാനി കൃത്വ ഇതെല്ലാം അതിന്റെ വിശേഷണമായിട്ട് നമ്മൾ പറഞ്ഞാൽ യാതൊരുവൻ എല്ലാ രൂപങ്ങളെയും നിർമ്മിച്ച് അവർക്കൊക്കെ പേരുകൾ നൽകിയിട്ട് ധീരനായി വ്യവഹരിക്കുന്നവനായി നിലനിൽക്കുന്നുവോ, ആദിത്യനെ പ്രകാശിപ്പിക്കുന്നുവോ, ആ മഹാപുരുഷനെ അന്ധകാരത്തിനപ്പുറം അഹം വേദ ഞാൻ അറിയുന്നു. അത്ര ഗംഭീരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വേദാഹം ഏതം ഞാൻ അറിയുന്നു, അഹം വേദ ആദിത്യനെ പോലെ പ്രകാശിപ്പിക്കുന്നത്, എല്ലാ രൂപങ്ങളെയും നിർമ്മിച്ച് നാമങ്ങൾ നൽകിയ ധീരനായ മഹാപുരുഷനെ ഞാൻ അറിയുന്നു. വിരാട് പുരുഷനെ അറിയാനായിട്ടുള്ള ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഋഷിയുടെ അനുഭവമാണ് ഇവിടെ പറയുന്നത്. ഋഷിക്ക് തോന്നി ഞാനിത് അറിയുന്നു, അത് ബോധ്യപ്പെട്ടു ഋഷിക്ക്.
ഋഷിക്ക് ബോധ്യപ്പെട്ട കാര്യം ഇവിടെ പറയുകയാണ്, അനുഭവ രൂപത്തിൽ പറയുകയാണ്. വേദാഹ വേദം, ഞാനിതറിഞ്ഞു. ഋഷി ഇത് മനസ്സിലാക്കിയത് അജ്ഞാന അന്ധകാരത്തിന്, അതാണ് അന്ധകാരത്തിന് അപ്പുറമാണ് ഞാൻ അത് കണ്ടത്. വെച്ചാൽ അജ്ഞാനത്തിനപ്പുറം എന്ന് പറഞ്ഞാൽ ആ ഋഷി ജ്ഞാനിയാണ്. അദ്ദേഹം അജ്ഞാനത്തിനപ്പുറം പോയി. അജ്ഞാനത്തിനപ്പുറം പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അഹം വേദ, ഈ പുരുഷൻ ആരാണ് എന്ന് ആ വിരാട് പുരുഷനെ സംബന്ധിച്ച് ഋഷിക്ക് മനസ്സിലായി. അതാണ് അഹം എന്ന് പറയുന്ന ഋഷിയാണ്. വേദാഹം, അഹം വേദ, ഞാൻ അറിയുന്നു. പ്രകൃതിക്ക് 3 ഗുണങ്ങളുണ്ട്. അതില് ഒന്നാണ് തമ എന്ന വാക്യത്തിലൂടെ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. തമ, അദ്ദേഹം തമസിനപ്പുറം എന്ന് പറഞ്ഞാൽ പ്രകൃതിക്കും അപ്പുറം എന്നും അർത്ഥം എടുക്കാം. ഇരുട്ടിനപ്പുറം എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിനപ്പുറം എന്ന് അർത്ഥം എടുക്കാം. തമസിനപ്പുറം എന്നുള്ള ആ വാക്ക് തന്നെ നമ്മൾ എടുത്താൽ തമസ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് പ്രകൃതിയുടെ ആണല്ലോ തമസും വെളിച്ചമൊക്കെ. ആ പ്രകൃതിക്കും അപ്പുറം അദ്ദേഹം അനുഭവപ്പെട്ടു എന്ന് പറയുന്നു. ഇതിന് മറ്റൊരു വിശദീകരണം കൂടെ. സർവത്തിനെയും സൃഷ്ടിച്ചിട്ട് നാമരൂപവും നൽകിയിട്ട് എല്ലാമായിട്ട് സ്വയം നിലനിൽക്കുന്നു. സൃഷ്ടിയും സൃഷ്ടാവും ഒന്നു തന്നെ. ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. സൃഷ്ടിയും സൃഷ്ടാവും ഒന്നു തന്നെ. അജ്ഞാനം എന്താ? ഭഗവാൻ എവിടെയോ ഇരുന്നുകൊണ്ട് സൃഷ്ടി നടത്തുന്നു എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. ഇതൊരു അജ്ഞാനമാണ്. എവിടെ ഇരുന്നുകൊണ്ടാണ് നിയന്ത്രിക്കുന്നത് ഭഗവാൻ? ഇതാണ് സാധാരണ നമുക്ക് തോന്നുന്നത്. ഭഗവാൻ എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യുകയല്ല. സൃഷ്ടി എന്ന് പറയുന്നതും സ്രഷ്ടാവ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. പ്രപഞ്ചത്തിന് അതീതമായി സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ സ്രഷ്ടാവ് മറ്റേതോ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്നു എന്നുള്ള ധാരണ നമുക്കിപ്പോഴും പ്രബലമാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താ? സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെ, ഒരേ പുരുഷൻ തന്നെയാണ്. അതാണ് ശ്രീനാരായണ ഗുരു വളരെ മനോഹരമായിട്ട് കാവ്യരൂപത്തിൽ അത് പറഞ്ഞു. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇതെല്ലാം നീ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ സൃഷ്ടിക്കുകയല്ല ചെയ്തത്, എല്ലാമായി തീരുക ചെയ്തു. ഭഗവാൻ എന്താ? ഭഗവാൻ എല്ലാമായി തീർന്നു. ഉദാഹരണത്തിന് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. വെള്ളമുണ്ട്, ഐസുണ്ട്, നീരാവിയുണ്ട്. ഇതൊക്കെ എന്താ സംഭവം? സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ H2O, ഹൈഡ്രജനും ഓക്സിജനും, വേറൊന്നുമില്ല. അതാണ്, എല്ലാം ഒന്നു തന്നെയാണ്. വെള്ളത്തിലും H2O ആണ്, പിന്നെ ഐസിലും ഹൈഡ്രജനും ഓക്സിജനുമാണ്, നീരാവിയിലും ഹൈഡ്രജനും ഓക്സിജനുമാണ്. പക്ഷെ പേര് 3ആണ്. ഒന്നാണുള്ളത്. സൃഷ്ടിയും സൃഷ്ടാവും എന്ന് പറഞ്ഞതുപോലെ എല്ലാം ഹൈഡ്രജനും ഓക്സിജനുമാണ്. നാമരൂപങ്ങൾ വ്യത്യാസം, ഇത്രമാത്രം. H2O ആണ് ഇതിനകത്ത് സയൻസ് പറയുന്നത്. 2 ഹൈഡ്രജനും 1 ഓക്സിജൻ. വെള്ളം, നീരാവി. അപ്പൊ ചന്ദ്രൻ, സൂര്യൻ, വായു, അഗ്നി എന്നൊക്കെ നമ്മൾ പലതും പറയുന്നു. ചന്ദ്രൻ പറയുന്നു, സൂര്യൻ പറയുന്നു, വായു എന്ന് പറയുന്നു, അഗ്നി എന്ന് പറയുന്നു. ഇതെല്ലാം ആവിർഭൂതമായത് നമ്മൾ നേരത്തെ കണ്ടു ആ വിരാട് പുരുഷനിൽ നിന്നാണ്. ഈശ്വരനിൽ നിന്നാണ് ഇതെല്ലാം സംജാതമായത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതെന്ന് പറയും. എല്ലാം ഒന്ന് തന്നെയാണ്. മറ്റൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്. നമുക്ക് സാധാരണ നിത്യജീവിതത്തിൽ വരുന്ന ഒരു കാര്യമാണ് സ്വപ്നം. സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുക. ഞാൻ തിരക്കുള്ള റോഡിലൂടെ ഇങ്ങനെ പോവുക. പോകുന്ന വഴിക്ക് റോഡ് ക്രോസ് ചെയ്തു. റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു കാർ എൻ്റെ ദേഹത്ത് വന്ന് മുട്ടിയില്ല എന്നുള്ള ഒരു മില്ലിമീറ്ററിന് വ്യത്യാസം വന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് അങ്ങ് ചാടി. എന്നെ കണ്ടുകൊണ്ട് ഈ കാറ് വെട്ടിത്തിരിച്ച് മറ്റൊരു കാറിലിടിച്ചു. ആ കാറിൽ നിന്ന് വേറൊരു കാറിലിടിച്ചു. എനിക്കൊന്നും പറ്റിയില്ല. പോലീസ് വന്നു, പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ റോഡ് ക്രോസ് ചെയ്ത ഞാൻ
വേറെ, ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ വേറെ, രണ്ടും വേറെയാണ്. ഇപ്പൊ സ്വപ്നത്തിൽ കാണുന്ന ഒരാളുണ്ടല്ലോ, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനുണ്ടോ, രണ്ടും വേറെയാണോ? അതാണ് സ്വപ്നദ്രഷ്ടാവ് ആരെയാണ് യഥാർത്ഥത്തിൽ? ഞാൻ തന്നെയാണ് സ്വപ്നദ്രഷ്ടാവ്. അപ്പൊ കാറും ഞാൻ തന്നെയാണ്, പോലീസും ഞാൻ തന്നെയാണ്, ഇടിക്കാൻ വന്ന മറ്റൊരു കാറും ഞാൻ തന്നെയാണ്, ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതും ഞാൻ തന്നെയാണ്, കാറിന്റെ ഡ്രൈവറും ഞാൻ തന്നെയാണ്, എല്ലാം ഞാൻ തന്നെയാണ്. സ്വപ്നത്തിലോ എനിക്ക് ദൃശ്യമാവുന്ന ഈ രീതിയിലാണ്. ഇനി വേറൊരു ഉദാഹരണം പറയാം. കർമ്മത്തിന്റെയും ഈ വാക്കിന്റെയൊക്കെ അന്തർധാര, അതിന്റെയൊക്കെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. എനിക്കൊരു മാങ്ങ വേണം ആഗ്രഹമുണ്ടായി. വീട്ടില് പറമ്പില് അതിർത്തിയിലുള്ള ഒരു മാവില് ഒരു മാങ്ങ പറിച്ചെടുക്കാൻ വേണ്ടി ഒരു കല്ലെറിഞ്ഞു. കല്ല് അയൽവക്കത്തെ വീട്ടിൽ പോയി. അതവിടെയുള്ള ഓട് പൊട്ടിച്ച് താഴെ വീഴുന്ന ഒരാളിന്റെ തല പൊട്ടി. പോലീസ് കേസായി, പ്രശ്നങ്ങളായി. ഞാൻ ചെയ്തത് എന്താ? ഇതൊക്കെ അവിടെ ഓട് പൊട്ടണമെന്നും അത് താഴെ വീഴണമെന്നും ആ അയൽവാസിയുടെ തല പൊട്ടിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ ആഗ്രഹം മാങ്ങ എനിക്ക് കിട്ടണമെന്നുള്ളതായിരുന്നു. അതിന് അപ്പൊ തോന്നിയ ഒരു മാർഗമാണ് ചെയ്തത്. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത്, സ്വതന്ത്ര കർമ്മമാണ് ചെയ്തത്. പക്ഷെ ചെന്ന് നിന്നതോ പല രീതിയിലാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മമായാലും ശരി, നമ്മൾ പറയുന്ന വാക്കുകളായാലും ശരി, ചിലപ്പോൾ നമ്മുടെ വിചാരധാരയ്ക്കും നമ്മുടെ കർമ്മത്തിന്റെ പൂർത്തീകരണത്തിനനുസരിച്ച് ചിലപ്പോൾ പൂർത്തിയാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ വാക്കുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥതലത്തിൽ ചെന്ന് എത്തി നിൽക്കണമെന്നില്ല. നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ മറ്റൊരു രീതിയിലേക്ക് പോയെന്നും വരും. ഇതൊന്നും നമ്മുടെ കയ്യിലായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, പുരുഷൻ ഒന്നേ ഉള്ളൂ, പലതായി ഭവിക്കുന്നു. അഭിവദൻ യഥാസ്തേ, അഭിവദൻ യഥാസ്തേ. വ്യവഹരിക്കുന്നവനായി നിലകൊള്ളുന്നു, വ്യവഹാരിയായി മാറുകയും ചെയ്യുന്നു. അതായത് സർവ്വതും ആയി മാറുന്നു. ഭൂമിയുടെ ഭ്രമണം ഉണ്ടല്ലോ, ഭൂമി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക, അതൊരു വ്യവഹാരമാണ്. അപ്പൊ സങ്കീർണതകൾ നിറഞ്ഞ് ഇത്തരം വ്യവഹാരങ്ങൾ തമാശയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ നടക്കും. സ്വപ്നമാണ് ഇത് എന്ന് തിരിച്ചറിയണം. അയാളാണ് ജ്ഞാനി. എല്ലാം മിഥ്യയാണ്, പുരുഷൻ മാത്രമാണ് സത്യം. ആ പുരുഷൻ ഞാൻ തന്നെയാണ്, ഈ പ്രവൃത്തികളും ഞാൻ തന്നെയാണ്. ഇത് തന്നെയാണ് സ്വാമി പറഞ്ഞത്. ഒരിക്കല് ഒരു വിദേശി ഭക്തരോട് സ്വാമി എന്താ പറഞ്ഞു? ആ പുരുഷൻ ഞാൻ തന്നെ, ഐ ആം ഗോഡ്, ഐ ആം ഗോഡ്, ബട്ട് യു ടു. നീയും ഈശ്വരനാണ്. അപ്പോഴല്ലേ ആ സായിപ്പ് ചോദിച്ചത്, ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ഐ? നമ്മൾ തമ്മിൽ ഇതിനെന്താ വ്യത്യാസം? അപ്പൊ സ്വാമി പറഞ്ഞില്ലേ വ്യത്യാസമുണ്ട്. ഐ നോ ദാറ്റ് ഐ ആം ഗോഡ്, ബട്ട് യു ഡു നോട്ട് നോ ദാറ്റ് യു ആർ ഗോഡ്. നിങ്ങൾ അജ്ഞാനിയാണ്, അജ്ഞാനം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഈശ്വരനാണ്. എനിക്ക് ഞാൻ ഈശ്വരനാണെന്ന് അറിയാം. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് സ്വാമി പറഞ്ഞല്ലോ. അത് തന്നെയാണ് പറയുന്നത്. വ്യവഹാരങ്ങൾ നടത്തുമ്പോൾ ചിലപ്പോൾ സങ്കീർണതകൾ നിറഞ്ഞു എന്ന് വരും. ഞാൻ പറഞ്ഞ കണക്ക് ഈ ഒരു പോലീസ് കേസ് വരത്തക്ക രീതിയിലൊന്നും അല്ലല്ലോ ചെയ്തത്. നമ്മുടെ ഉദ്ദേശം ഒന്നായിരുന്നു, ഉദ്ദേശ ശുദ്ധി ഉണ്ടായിരുന്നു. പക്ഷെ പ്രവർത്തനത്തിൽ പോയപ്പോൾ മറ്റൊന്നായി മാറി. അങ്ങനെയൊക്കെ വരാം. സ്വപ്നം കാണുന്ന മറ്റെന്തോ കാണാം. സ്വപ്നത്തിൽ ഞാൻ ഓടുന്നു, വണ്ടി ഇടിക്കാൻ പോകുന്നു, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ആ കാണുന്ന ഞാനും ഓടിക്കൊണ്ടിരുന്ന ഞാനും രണ്ട് ഞാനുണ്ടോ? ഇതാണ് വ്യത്യാസം. അപ്പോ ഇതിനെല്ലാം കാരണഭൂതനായിരിക്കുന്നത് ആ വിരാട് പുരുഷനാണ് എന്നുള്ള ആ ജ്ഞാനം എനിക്കുണ്ടായി എന്ന് ആര് പറഞ്ഞു? ആ ഋഷി പറഞ്ഞു. എന്താ? ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, വേദാഹം. ഞാൻ അറിഞ്ഞു, അനുഭവിച്ചു, ആ പുരുഷനാണ് സർവ്വതും എന്നുള്ള വിവരം
ഞാൻ അനുഭവിച്ചറിഞ്ഞു, അനുഭൂതസ്ഥനായി എന്ന് ഈ 16ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അടുത്ത 17ാമത്തെ ശ്ലോകത്തിലോട്ട് പോവാം. വായിച്ചാട്ടെ. സായിറാം. സായിരാം. ധാതാ പുരസ്താദ്യമുദാ ജഹാര ചക്രഃ പ്രവിദ്വാൻ പ്രതിശശ്ചതസ്രക തമേവ വിദ്വാനമൃത ഇഹ ഭവതി നാന്യഃ പന്ഥ അയനായ വിദ്യത്തെ. സായിരാം. അതെ. ദാതാ പുരസ്താഭ്യം ഉദാജഹാര. ദാതാവ്. ദാതാവാര? ബ്രഹ്മ. പുരസ്താദ് എന്നുവെച്ചാൽ പണ്ട്. യം എന്ന് പറഞ്ഞാൽ യാതൊരുവനെ. ഉദാജഹാര എന്ന് പറഞ്ഞാൽ ഉദാഹരിച്ചുവോ. ശക്ര എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ. ചതസ്ര എന്ന് വെച്ചാൽ 4. ചതു ചതസ്ര 4. പ്രതിശ ദിക്കുകളിലെ പ്രാണികളെയും പ്രവിദ്വാൻ അറിഞ്ഞുകൊണ്ട് തം ഏവ ഇവനെ അത്തരത്തിൽ വിദ്വാൻ അറിയുന്നവൻ ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലോകത്ത് അമൃത മൃത്യുവില്ലാത്ത മരണമില്ലാത്തവനായി ഭവതി ഭവിക്കുന്നു അയനായ പോകാനായിട്ട് എന്നുവെച്ചാൽ അമൃതപ്രാപ്തിക്കായിട്ട് അന്യബന്ധ മറ്റു വഴികൾ ന വിദ്യതേ ഇല്ല, മറ്റു വഴികളില്ല. ആ പുരുഷനെ തന്നെ ധ്യാനിക്കുക, മറ്റു പോംവഴികളില്ല എന്നാണ് സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം. ഒറ്റ വരിയിൽ പറഞ്ഞാൽ ആ പുരുഷനെ തന്നെ ധ്യാനിക്കുക, മറ്റു പോംവഴികളൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം പറയാം. ആ പുരുഷനെ തന്നെ ധ്യാനിക്കുക, ആ ഈശ്വരനെ തന്നെ ധ്യാനിക്കുക, അല്ലാതെ നമുക്ക് മറ്റൊരു പോംവഴികളുമില്ല. ബ്രഹ്മദേവൻ പരമപുരുഷന്റെ മഹിമയെ വാഴ്ത്തിക്കൊണ്ടാണ് ഇത് പാടുന്നത്. ക്രമേണ ധ്യാനിക്കേണ്ടത് ആരെയാണെന്ന് ഇന്ദ്രൻ ഉപദേശം നൽകും. ആരെയാണ് ഉപദേശം? ഇന്ദ്രൻ 4 ദിക്കുകളിലേക്കും ജീവജാലങ്ങൾക്ക് വേണ്ടി അവരുടെ ശ്രേയസ്സിന് വേണ്ടി അത് ഉപദേശിച്ചു. ഇന്ദ്രൻ ഉപദേശിച്ചതിന് വേണ്ടിയിട്ടാണ്. ഇന്ദ്രന്റെയും ബ്രഹ്മദേവന്റെയും ഉപദേശപ്രകാരം പുരുഷനെ ആരറിയുന്നുവോ അയാൾ അമൃതനായി ഭവിക്കുന്നു. വിരാട് പുരുഷൻ ഞാൻ തന്നെ. വിരാട് പുരുഷൻ ഞാൻ വെച്ചാൽ അഹം. തന്നെ ആര് തിരിച്ചറിയുന്നുവോ, ആര് ഈ ശരീരം വിരാട് പുരുഷനല്ല എന്ന് തിരിച്ചറിയുന്നുവോ അവൻ മൃത്യുവിനെ ഭയക്കുന്നില്ല. അമൃതത്തിന് മറ്റൊരു മാർഗവും ഇല്ല. അമൃതസ്വരൂപനായ പുരുഷനെ അറിയുന്നവൻ അമൃതനായി ഭവിക്കുന്നു. വളരെ സിമ്പിളാണ്, ഒറ്റ വാക്ക്. അമൃതസ്വരൂപനായ പുരുഷനെ അറിയുന്നവൻ എന്നാണ്. പുരുഷനെ അറിയുന്നവൻ അമൃതനായി ഭവിക്കുന്നു. മറ്റെന്തെങ്കിലും അറിഞ്ഞിട്ട്, എന്നുവെച്ചാൽ അന്യമായതിനെ അറിഞ്ഞിട്ട്, നമുക്ക് ഈശ്വരനല്ലാതെ മറ്റു കാര്യങ്ങൾ അറിഞ്ഞിട്ട് ആർക്കും അമൃതായി ഭവിക്കാൻ പറ്റില്ല. സ്വയം അറിയുക മാത്രമാണ് ഏക പോംവഴി. നമ്മളെ തന്നെ അറിയുക. അതിന് ശങ്കരാചാര്യ സ്വാമികൾ വലിയ ഒരു സൂത്രം പറഞ്ഞിട്ടുണ്ട്. ആ സൂത്രം ഇതാണ്: സ്വസ്വരൂപ അനുസന്ധാനം ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ കൊടുത്തിരിക്കുന്ന നിർവചനമാണ്. സ്വസ്വരൂപ അനുസന്ധാനം, എന്റെ സ്വരൂപം എന്താ, ഞാൻ ആര് എന്ന് അനുസന്ധാനം ചെയ്യുക, തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ പേരാണ് ഭക്തി. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം സ്വസ്വരൂപ അനുസന്ധാനം. ഞാൻ ആര് എന്ന് തിരിച്ചറിയാം. ഞാൻ ഈ കണ്ണാണോ? അല്ല. ഞാൻ ഈ മൂക്കാണോ? അല്ല. നാവാണോ? അല്ല. കൈയാണോ? അല്ല. കാലാണോ? അല്ല. ശരീരമാണോ? അല്ല. മനസ്സാണോ? അല്ല. ഇന്ദ്രിയങ്ങൾ ഒന്നുമല്ല. ഇതി നേതി 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 ഇതി എന്നുള്ളതാണ് നേതി എന്ന് പറയുന്നത്. നേതി 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 ഇതൊന്നുമല്ല. എന്നിലെ ആത്മതത്വം മാത്രമാണ് അനശ്വരമായുള്ളത്. അതാണ് ഞാൻ എന്ന് അനുഭവവേദ്യമാണ്. ഇപ്പം പറയാൻ എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്. ഇത് അനുഭവവേദ്യമാകണം. അതിനാണ് ഇവിടെ പറയുന്നത്. അമൃതസ്വരൂപനായ പുരുഷനെ അറിയുന്നവൻ
അമൃതനായി ഭവിക്കുന്നു. അവന് മൃത്യുവില്ല, അമൃതനായി ഭവിക്കുന്നു. അതാണ് പറയുന്നത്. മറ്റെന്തെങ്കിലും അറിഞ്ഞിട്ടൊരു കാര്യമില്ല, അന്യമായതിനെ അറിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് നമുക്ക് അമൃതനായി ഭവിക്കാനും പറ്റില്ല. സ്വയം അറിയുക മാത്രമാണ്, സ്വസ്വരൂപ അനുസന്ധാനമാണ് നമുക്ക് വേണ്ടുന്നത്. അതാണ് ഇവിടെ ഈ ധാതാ പുരസ്താദ്യ മുദാജഹാര ശക്രപ്രവിദ്വാൻ പ്രതിശസ്യ ശസ്ത്ര തമേവം വിദ്വാൻ അമൃത ഭവതി ന അന്യപന്ഥ. മറ്റൊരു മാർഗം, പന്ഥാവില്ല, ഒരു മാർഗവും ഇല്ല. അയനായ വിദ്യതേ, അയനായത് പോകുന്നതിനായിട്ട്, അമൃതപ്രാപ്തിക്കായിട്ട്. ന വിദ്യതേ, ഇല്ല. അമൃതപ്രാപ്തിക്ക് ഒറ്റ മാർഗമാണ്, എന്നെ ഞാൻ ആര് എന്ന് അനുസന്ധാനം ചെയ്ത് പഠിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ശ്ലോകങ്ങളിൽ. ആദ്യം പുരുഷൻ ആരാണെന്ന് പറഞ്ഞു, ആ പുരുഷനിൽ നിന്നും എന്തെല്ലാം ഉത്ഭവിച്ചു, ആവിർഭവിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ പുരുഷനെ ഞാൻ ഏത് രീതിയിൽ അനുഭവിക്കണം എന്ന് പറഞ്ഞു. ആ പുരുഷനെ അനുഭവിച്ച ഋഷി, അദ്ദേഹത്തിനുണ്ട് അനുഭവം എന്താണെന്ന് പറഞ്ഞു. അനുഭവം ഒറ്റ വാക്കിലെ പറഞ്ഞ വേദാഹം ഏതം, അഹം വേദ, ഞാൻ അറിഞ്ഞു ഭഗവാനെ. അങ്ങനെ നമ്മളും അറിയണം. അറിയാനുള്ള മാർഗമാണ് ഈ പിന്നെ മറ്റു പുരുഷനല്ലല്ല മറ്റുള്ള കാര്യങ്ങളെ അറിഞ്ഞിട്ട് അന്യമായതിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഈ പുരുഷനെ ധ്യാനിക്കുകയാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമാർഗം. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഇതിലെ 18ാമത്തെ ശ്ലോകമാണ്. ഇത് ലാസ്റ്റ് ശ്ലോകം എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞ് 6 ശ്ലോകം വേറെയുണ്ട്, അതിരിക്കട്ടെ. നമുക്ക് ഈ 18ാമത്തെ ശ്ലോകം ഒന്ന് പാരായണം ചെയ്തോട്ടെ. യജ്ഞേന യജ്ഞമയജന്ത ദേവാഹ താനി ധർമാണി പ്രഥമാന്യാസൻ തേഹനാകം മഹിമാനഃ സജന്തേ യത്ര പൂർവേ സാധ്യാസന്തി ദേവാഹ. സായിരാം. സായിരാം. അടുത്ത 19, 20, 21, 22, 23, 24, 6 ശ്ലോകങ്ങള് ഉത്തരനാരായണം എന്നുള്ള നിലയിലാണ് വരുന്നത്. ചിലയിലൊക്കെ ഈ 18 ശ്ലോകങ്ങൾ മാത്രമായിട്ടും പുരുഷ സൂക്തം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് 24 ശ്ലോകങ്ങളുണ്ട്. അപ്പോ അത് വേണമെന്നുണ്ട്, അത് പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. അത് ഉത്തരനാരായണത്തിലാണ് അഭ്യസ്തംഭൂത പ്രതിഭൈരസാർച്ച വിശ്വകർമ്മണസ്തമവത്പദാദി തസ്യത്തിഷ്ട വിദധത് രൂപമേതി എന്നൊക്കെ പറഞ്ഞുള്ള ശ്ലോകങ്ങൾ. അത് ഉൾപ്പെടുന്ന 6 ശ്ലോകങ്ങളും കൂടെ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ 24 ശ്ലോകവും ആയിട്ടും ഈ പുരുഷ സൂക്തം നമുക്ക് കണക്കിലെടുക്കാം. അല്ലെങ്കിൽ ഇത് 18 ശ്ലോകം, 18ാമത്തെ ശ്ലോകം, അങ്ങനെ 18 ശ്ലോകങ്ങൾ ഉൾപ്പെടുന്നതായും നമുക്ക്. അത് എന്താ കാരണം എന്ന് വെച്ചാൽ ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും അഥർവവേദത്തിലും ഒക്കെ 4 വേദത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്തുതിയാണ്, കാവ്യമാണ് ഈ പുരുഷ സൂക്തമാണ് ഈ പുരുഷ സൂക്തം. അപ്പം യജ്ഞേന യജ്ഞം അയജന്ത ദേവ, യജ്ഞേന എന്ന് പറഞ്ഞ യജ്ഞം കൊണ്ട്, ദേവ ദേവന്മാർക്ക്, യജ്ഞം എന്ന് പറഞ്ഞ യജ്ഞപുരുഷനെ, അയജന്ത യജിച്ചു, പ്രഥമാനി അതിൽ നിന്നും, അല്ലെങ്കിൽ ആദ്യമായി, അല്ലെങ്കിൽ മുഖ്യമായത്, താനി ധർമാണി ആ ധർമ്മങ്ങൾ, ആസൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായി, എത്ര ഇത് യാതൊരിടത്ത്, പൂർവേ പൂർവിക, സാധ്യന്മാരായ, ദേവ എന്ന് പറഞ്ഞാൽ ദേവന്മാർ, സന്ധി എന്ന് പറഞ്ഞാൽ വസിക്കുന്നു, തേ അനാഗം ആ സ്വർഗത്തെ, മഹിമാന മഹാത്മാക്കൾ, സചന്തേ പ്രാപിക്കുന്നു. സിമ്പിളായിട്ടൊരു അർത്ഥമുണ്ട്. യജ്ഞത്തിൽ നിന്നും, എന്ത് യജ്ഞമാ? മാനസിക യജ്ഞമാണ് ഇവിടെ നടന്നത്. അല്ല ആടിനെയും മനുഷ്യനെയും ഒക്കെ വെട്ടിക്കൊല്ലുന്നൊന്നും അല്ല ഇവിടെ. മാനസിക യജ്ഞമാണ്. മാനസയജ്ഞത്തിൽ നിന്നും ധർമ്മങ്ങൾ ആവിർഭവിച്ചു. മാനസയജ്ഞത്തിൽ നിന്നും ധർമ്മങ്ങൾ ആവിർഭവിച്ചു. ഈ ധർമ്മം അനുഷ്ഠിച്ചാൽ പണ്ട് ദേവന്മാർ പ്രാപിച്ച സ്വർഗത്തെ പ്രാപിക്കാം. ഈ ധർമ്മം അനുഷ്ഠിച്ചു. യജ്ഞത്തിൽ നിന്നും
മനസ്സയജ്ഞത്തിൽ നിന്നും ധർമ്മങ്ങൾ ആവിർഭവിച്ചു. അതിനു വേണ്ടിയിട്ടാണ് അവര് ഋഷിമാർ മാനസിക യജ്ഞം നടത്തിയത്. മാനസിക യജ്ഞത്തിന്റെ ഫലം എന്താണ്? ഋഷി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്താണ്? കം എന്ന് പറഞ്ഞാൽ കം എന്ന് പറഞ്ഞാൽ സുഖം എന്നർത്ഥം. അകം എന്ന് പറഞ്ഞാൽ അസുഖം എന്നർത്ഥം. ന അകം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡബിൾ നെഗറ്റീവ് വന്നു. കം എന്ന് പറഞ്ഞാൽ സുഖം, അകം എന്ന് പറഞ്ഞാൽ അസുഖം, ന അകം എന്ന് പറഞ്ഞാൽ അസുഖമില്ലാത്തത് എന്ന് പറഞ്ഞാൽ സുഖം. അപ്പം നാഗം എന്ന് പറഞ്ഞാൽ കം എന്നർത്ഥം, സുഖം എന്ന് പറഞ്ഞാൽ എന്താ? സുഖം എന്ന് പറഞ്ഞാൽ വേദനകളുടെ അഭാവം, ദുഃഖങ്ങളുടെ അഭാവം, അതിന്റെ പേരാണ് സുഖം. ധാരയന്തി ഇതി ധർമ്മ, സർവ്വതിനെയും നിലനിർത്തുന്നത് ധർമ്മമാണ്. ജലത്തിന്റെ ഇതെന്താണ്? ധർമ്മം തണുപ്പാണ്. അഗ്നിയുടെ ചൂടാണ്. വായുവിന്റെ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, അതാ അതിന്റെ ധർമ്മം. അപ്പൊ ഓരോന്നിനും ഓരോരോ ധർമ്മങ്ങള്. ഈ ധർമ്മങ്ങള് പ്രത്യേകമാണ്. ഇത് സർവ്വതിനും ആധാരമായി നിൽക്കുന്ന ധർമ്മമാണ്. പുരുഷനെ പ്രതിപാദിക്കുന്നതാണ് വേദം എന്നിവിടെ പറയുന്നുണ്ട്. വേദത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ വേദം നമുക്ക് ശ്ലോകം മാത്രമായി പഠിക്കാം, മന്ത്രങ്ങളും പൂജകളും ചെയ്യാൻ വേണ്ടി പഠിക്കാം. അങ്ങനെ വരുമ്പോൾ അതൊക്കെ ചെയ്യണം. അർത്ഥവിചാരത്തിന് വേണ്ടി നമുക്ക് പഠിക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജ്ഞാനം ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുകയും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രയോജനം. അപ്പോ ഒന്ന് പഠിക്കുക, കൃത്യതയോടുകൂടി പാരായണം ചെയ്യാൻ പഠിക്കുക. ഒന്ന്. പിന്നെ ഇത് മന്ത്രരൂപത്തിൽ പഠിച്ച് യജ്ഞങ്ങൾ ചെയ്യുക. ചുമ്മാ പഠിച്ചോണ്ട് എനിക്കെല്ലാം അറിയാമെന്നൊരു കാര്യമില്ല. ഈ അതെല്ലാം അനുഷ്ഠിക്കുകയാണ്. അനുഷ്ഠാനമാണ് അതിനകത്ത് പ്രധാനം. മൂന്നാമത് അതിന്റെ അർത്ഥവിചാരത്തിലൂടെ നമുക്ക് ജ്ഞാനം കിട്ടും. അത് ജ്ഞാനം കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നടപ്പാക്കണം. ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? മനുഷ്യനും മൃഗങ്ങൾക്കും തമ്മിൽ ഉള്ള ഏറ്റവും പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ മനുഷ്യന് വിവേകമുണ്ട്, വിവേചന ശക്തിയുണ്ട്. മൃഗങ്ങൾക്ക് അതില്ല. വിവേചന ശക്തി എന്താ? നമുക്ക് സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള വിവേചന ശക്തിയുണ്ട്. നമ്മളത് ഉപയോഗിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. നമുക്ക് ജഡവും ചൈതന്യവും തിരിച്ചറിയാനുള്ള ശക്തിയുണ്ട്. നമ്മളത് ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞൂടാ. നമുക്ക് നശ്വരവും അനശ്വരവും തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധിയുണ്ട്. നമ്മളത് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. നമ്മൾ പലരും അത് ഉപയോഗിക്കുന്നില്ല. ശാന്തിയും അശാന്തിയും തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നു അറിയില്ല. നമുക്ക് ധർമ്മവും അധർമ്മവും തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ട്, വിവേചന ശക്തിയുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നു അറിയില്ല. നമുക്ക് മറ്റൊരു കുഴപ്പമുള്ളത്, ഇതിപ്പോ നല്ല കാര്യമാണ് പറഞ്ഞ മനുഷ്യനെ സംബന്ധിച്ച്. മനുഷ്യന് വിവേചന ശക്തിയുണ്ട്. മനുഷ്യനുള്ളൊരു വലിയ കുഴപ്പം എന്താണെന്ന് അറിയാം? മനുഷ്യൻ പൂർവ്വകാല സ്മരണകൾ പലതും ആവശ്യമില്ലാത്തതെല്ലാം ഓർമ്മകൾ നമ്മൾ ഭണ്ഡാരമാക്കി കെട്ടി സൂക്ഷിക്കും. പക്ഷെ പക്ഷി മൃഗാദികൾ അത് ചെയ്യില്ല. അവരപ്പോ ഓർക്കും, അപ്പോഴേ കളയും. അത്രയേ ഉള്ളൂ. വേറൊന്നുണ്ട് നമുക്കുള്ള ദോഷം. മനുഷ്യര് ചെയ്യുന്ന ഒരു ക്രൂരകൃത്യമാണ് ആത്മഹത്യ. പക്ഷി മൃഗാദികൾ അത് ചെയ്യില്ല. അപ്പം പക്ഷികളും മൃഗാദികളും മനുഷ്യരും തമ്മിൽ നല്ലതും ചീത്തയുമായിട്ട് നോക്കിയാൽ പല പല വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന ധർമ്മം അധർമ്മം അറിയാൻ വേണ്ടിയിട്ടാണ്. വേദോഖിലം ധർമ്മമൂലം എന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, വേദോഖിലം ധർമ്മമൂലം. വേദം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ധർമ്മം നിലനിൽക്കുന്നത് വേദത്തിന്റെ അടിസ്ഥാനമാണ്. വേദമാണ് ധർമ്മത്തിന് മൂലം. അപ്പൊ ധർമ്മം എന്താണ്? അതെങ്ങനെ വന്നു? ധൃതി ക്ഷമ ദമേ അസ്തേയം. ഇത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. എന്താണ് ധർമ്മം എന്ന് പറയുന്നത്? ഒന്നുകൂടെ പറയാം. ധൃതി ക്ഷമ ദമേ അസ്തേയം ശൗചം ഇന്ദ്രിയ നിഗ്രഹ ധീർവിദ്യ സത്യം അക്രോധോ ദശകം ധർമ്മലക്ഷണം. ധൃതി ക്ഷമ ദമേ അസ്തേയം ശൗചം ഇന്ദ്രിയ നിഗ്രഹ ധീർ വിദ്യ സത്യം അക്രോധോ ദശകം ധർമ്മലക്ഷണം.
10 ലക്ഷണങ്ങളാണ് ധർമ്മത്തിനുള്ളത്. ധൃതി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ, നമുക്ക് ഒരു കാര്യം ചെയ്യുന്നതിനുള്ള നിശ്ചയദാർഢ്യം. ക്ഷമ, നമുക്ക് ക്ഷമ വേണം. ദമം, ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ അടക്കാനുള്ള കഴിവ് വേണം. അസ്തേയം, നമ്മൾ മോഷ്ടിക്കാതിരിക്കണം. ശൗചം, ആന്തരികവും മാനസികവും. കുളിക്കുന്ന മാത്രം പോരാ, മനസ്സും ശുദ്ധമാക്കണം. ശൗചം. ഇന്ദ്രിയ നിഗ്രഹം. ധീ, ബുദ്ധി വേണം. വിദ്യ, ഭഗവാനെ അറിയാനുള്ള അറിവ് വേണം. സത്യം, പരിപാലിക്കണം. അക്രോധം, ക്രോധമുണ്ടാകരുത്. ഈ 10 കാര്യങ്ങളാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോ സ്വാമി പറഞ്ഞ എന്താ? വേദോഖിലം ധർമ്മമൂലം. അതാണ് വേദോഖിലം ധർമ്മം. അപ്പൊ ധർമ്മം, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തിൽ ധർമ്മപരിവ. നമ്മൾ ധർമ്മം പാലിക്കാൻ നമുക്കതിനുള്ള കഴിവ് ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഇത് 18 ശ്ലോകമായത്. 1 മുതൽ 17 വരെയുള്ള ശ്ലോകങ്ങൾ, അതിന്റെ ചുരുക്കമാണ് ഇപ്പൊ 18ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ധർമ്മം എന്ന് പറഞ്ഞാൽ പല പല ധർമ്മമുണ്ട്. വ്യക്തിധർമ്മമുണ്ട്, സ്വധർമ്മമുണ്ട്, കുടുംബധർമ്മമുണ്ട്, സാമൂഹ്യ ധർമ്മമുണ്ട്. ഇങ്ങനെ പല 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 ധർമ്മങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം സ്വധർമാനുഷ്ഠാനമാണ്. സ്വ എന്ന വാക്കിന്റെ അർത്ഥം സ്വ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നർത്ഥം. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ആത്മധർമ്മം. അതനുഷ്ഠിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ 1 മുതൽ 17 വരെയുള്ള ശ്ലോകങ്ങളുടെ ചുരുക്കമായിട്ടാണ് ഈ 18 പറഞ്ഞത്. സർവത്തിനെ ഈശ്വരനായി കാണുക. ചരങ്ങളും അചരങ്ങളും സർവ്വതും നമ്മൾ നേരത്തെ പഠിച്ചതാ. ചരങ്ങളും അചരങ്ങളും എല്ലാം ഈശ്വരനാണ്. എങ്ങനെ പഠിച്ചത്? ഈ പുരുഷ സൂക്തത്തിൽ പഠിച്ചതാണ്. എനിക്ക് തോന്നുന്നു 5ാമത്തെ ശ്ലോകത്തിലാണ്. സാശനാന ശനെ അഭി, സാശനാന ശനെ അഭി. സാശന കഴിക്കുന്നവൻ, അനശന കഴിക്കാത്തവൻ. അപ്പോ പ്രാണികളൊക്കെ കഴിക്കും. പാറക്കല്ല് കഴിക്കുമോ? ഒരു തടിക്കഷ്ണം കഴിക്കുമോ? ഇവരൊന്നും കഴിക്കില്ല. അതൊക്കെ അചരങ്ങളാണ്, അല്ലെങ്കിൽ ജഡവസ്തുക്കളാണ്. ഈ ജീവജാലങ്ങൾ ചൈതന്യ വസ്തുക്കളാണ്. അത് ജഡവും ചൈതന്യവും, ഇല്ലെങ്കിൽ ചരവും അചരവും. ഇതിലെല്ലാം, ഇത് രണ്ടും പ്രത്യേകം പ്രത്യേകം കാണണ്ട, ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് ഈശ്വര ചൈതന്യം. ധർമ്മം പുരുഷനിൽ നിന്ന് ആവിർഭവിച്ചു. സ്വഭാവ രൂപീകരണം ബാല്യകാലത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. സ്വധർമ്മം നമ്മൾ പഠിക്കുക, നമ്മൾ ശീലമാക്കണമെങ്കിൽ സ്വഭാവ രൂപീകരണത്തിൽ നിന്നാണ് അത് വരുന്നത്. ആ സ്വഭാവ രൂപീകരണം നമ്മൾ ബാല്യകാലത്ത് തന്നെ പഠിക്കണം. അതിനാണ് സ്വാമി ബാലവികാസ് പ്രസ്ഥാനം തന്നെ നമുക്ക് തന്നത്. ഈ ഈശ്വരനാണ് പരമമായ ധർമ്മം എന്ന് നമ്മൾ അതിലൂടെ പഠിക്കണം. ഈ 1 മുതൽ 17 വരെയുള്ള ശ്ലോകത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമായിട്ടാണ് ഈ 18ാമത്തെ ശ്ലോകം നമ്മൾ ഇപ്പോ വായിച്ചു പഠിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഈ പ്രഭാഷണം ഞാൻ ഭഗവത് തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ് നമുക്ക് ഉത്തരനാരായണം വേണമെങ്കിൽ അത് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് 16ാമത്തെ ചന്ദ്രത്തിൽ പോകാം. പറഞ്ഞാൽ മതി. റിക്വസ്റ്റ്, നമ്മളിപ്പോ ഈ രുദ്രം എല്ലാരും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതിരുദ്രം വന്ന ശേഷം നമുക്ക് രുദ്രത്തിന്റെ അർത്ഥം ഒന്ന് പഠിക്കാൻ വഴിയുണ്ടോ? അത് പഠിക്കാം, പിന്നെന്താ. പറ്റിയൊരു സന്ദർഭമാണിത്. കാരണം ഇപ്പം അവരെന്നെ ഇപ്പം 24 വരെ അതിന്റെ ഓഡിയോ ഇട്ടിട്ടുണ്ട് ഈ വെബ്സൈറ്റില്. നമുക്ക് തന്നെ സ്റ്റാൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതിന്റെ കൗണ്ടും വരും. അത് ഏപ്രിൽ 24 വരെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിരുദ്രത്തിന് തുടങ്ങിയതാണ് ഇവിടെ സംഘടനയുടെ വെബ്സൈറ്റില്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അർത്ഥം കൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഭയങ്കര എങ്കിലും അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് തുടങ്ങിയാലോ? ഞാനത് കൊടുക്കാം. നല്ല ഒരു പോപ്പുലാരിറ്റിയും കിട്ടും അത്. കാരണം എല്ലാവർക്കും വായിക്കാൻ അറിയുന്നല്ലാതെ ഒന്നും അറിഞ്ഞുകൂടത് എന്താ സംഭവം. അതെ, പഠിക്കാം. നല്ല കാര്യം. ഞാനത് അടുത്തത് കൊടുക്കട്ടെ. അടുത്ത ആഴ്ച സാറിന്റെ വരണയില്ലേ? 3-ാം സൺഡേ കൊടുക്കാം സാർ. സായിരാം സാർ, ഭയങ്കര സന്തോഷം. ശാന്തിമണ്ഡലം ലക്ഷ്മൺ സാറില്ല, അപ്പൊ ഞാൻ തന്നെ പറയാം. സമസ്തലോകാ സുഖിനോ ഭവന്തു
സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ഓം ശ്രീ സായിരാം. സായിരാം. പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പൊ അടുത്ത ആഴ്ച നമ്മൾ രുദ്രം തുടങ്ങുകയാണ്. രുദ്രത്തിന്റെ അർത്ഥം സാറ് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അടുത്ത ഫസ്റ്റ് വെനസ്ഡേയും